ദാ ചെക്കൻ്റെ ഫോട്ടോ ഒട്ടും പരിചയമില്ലാത്തവരെങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്? അതൊക്കെ കല്യാണം കഴിയുമ്പോൾ താനേ അറിഞ്ഞോളൂ. ചെക്കൻ അമേരിക്കയിലാ ജോലി. അമ്മയ്ക്ക് അറിയാവുന്ന വീട്ടുകാരാണോ? അതൊക്കെ ബ്രോക്കർ അന്വേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ബ്രോക്കറെ എങ്ങനെ അറിയണേ? അങ്ങനെ നമ്മൾ 4 ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ. എന്ത് തങ്കപ്പെട്ട സ്വഭാവം എന്നറിയോ? എന്നും കാലത്ത് എനിക്ക് ഗുഡ് മോർണിംഗും രാത്രി ഗുഡ് നൈറ്റും മെസ്സേജ് അയക്കും. വെള്ളയപ്രാവിൻ്റെയൊക്കെ ഫോട്ടോ ഇട്ടിട്ടേ നല്ല മനുഷ്യനാണ്. ഫ്ലാഷ് ബാക്ക്. അമ്മേ, ഞാനിത് ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല. പ്രേമിക്കണമെന്നോ? അറിയാത്തവർക്കൊന്നും പെണ്ണിനെ കടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എനിക്കവനെ 5 വർഷമായിട്ട് അറിയാം. അവന് ഒറ്റപ്പാലത്തുള്ളതാ. അയ്യോ, ഒറ്റപ്പാലത്തോ? ഇന്ന് അത്രയും ദൂരം ഒന്നും കല്യാണം കഴിഞ്ഞ് എന്നെ കൊണ്ട് അയക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലേ? ഞങ്ങൾക്കൊക്കെ പ്രായമായി വരുമല്ലേ? ഇനി എപ്പോഴും ഞങ്ങൾക്ക് കാണേണ്ടതല്ലേ? നീ എന്നൊക്കെ പറഞ്ഞാലും പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ അറിയാണ്ട് നീ എങ്ങാനും എന്തെങ്കിലും തീരുമാനിച്ചെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം ചില്ല അറിയാമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ചെറുക്കനെ വേണ്ട. പക്ഷെ ആരാന്ന് പോലും അറിയാത്ത ഇത്ര വേണം. 10-20 കൊല്ലം നോക്കി വളർത്തി വലുതാക്കിയ മകളുടെ അഭിപ്രായം വേണ്ട. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മാത്രം അയക്കുന്ന ബ്രോക്കറുടെ അഭിപ്രായം മാത്രം മതി. ആരാന്ന് പോലും അറിയാത്ത ചെറുക്കനെ അമ്മയ്ക്ക് വേണം. ഒറ്റപ്പാലത്തുള്ള ചെറുക്കന് വേണ്ട. ആഫ്രിക്കയിലുള്ള ചെറുക്കൻ വേണം. ശരി, ആ ഫോണിൽ ഞാൻ. ഹലോ ബ്രോക്കറുകളെ, എനിക്ക് ചെറുക്കനെ നോക്കണ്ട, നല്ല അമ്മയെ കിട്ടും നിങ്ങൾക്ക്.